നേരത്തെ ഒരു വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കോൺഗ്രസിനോടൊപ്പം നിന്ന വോട്ട് ബാങ്ക് മൂന്നായി ഭിന്നിച്ചിരിക്കുകയാണല്ലോ ഇപ്പം. അതിലൊരു വിഭാഗം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം ബി ജെ പിക്കൊപ്പം പോയിരിക്കുന്നു. ഈ സാഹചര്യം ചെറിയ വെല്ലുവിളിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലും ഒരർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിച്ചത് എറണാകുളം എന്ന ജില്ലയാണ് കേട്ടോ. എറണാകുളത്ത് ആകെ 14 സീറ്റുകളിൽ 9 സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ പറ്റി. അപ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 അതിശക്തമായൊരു പ്രോ എൽ ഡി എഫ് തരംഗം ഉണ്ടായപ്പോഴും ഈ കേരള കോൺഗ്രസിൻ്റെ ഷിഫ്റ്റിങ്ങിന് ശേഷവും എൽ ഡി എഫിലേക്കുള്ള ഷിഫ്റ്റിങ്ങിന് ശേഷവും എറണാകുളത്ത് കാര്യമായി തന്നെ ആ വിഭാഗം, അത് ലത്തീൻ കത്തോലിക്സ് ആണെങ്കിലും ആർ സി ആണെങ്കിലും ഒക്കെ കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇടുക്കിയിൽ അത് സംഭവിച്ചിട്ടില്ല. ഇടുക്കിയിൽ ഒറ്റ സീറ്റില്ല കോൺഗ്രസിന്. അതേപോലെ തന്നെ വടക്കൻ മേഖലയിൽ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന് സീറ്റില്ലാത്ത ജില്ലകളുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സാന്നിധ്യം അറിയിക്കാൻ കഴിയാതെ പോയ ജില്ലകളാണ്. കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റില്ല, പത്തനംതിട്ടയിലൊരു സീറ്റില്ല, അതുപോലെ തന്നെ ഇടുക്കിയിൽ സീറ്റില്ല. ഇനിയിപ്പോൾ ആലപ്പുഴയിലുള്ളതോ ഒരു സീറ്റ്, കൊല്ലത്തുള്ളതോ ഒരു സീറ്റ്, തിരുവനന്തപുരത്തുള്ളതോ ഒരു സീറ്റ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആകെ കൂടി 21 സീറ്റേ കോൺഗ്രസിനുള്ളൂ. മാത്രമല്ല 6% ഡിഫറൻസാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളത്. അപ്പോൾ ചെറിയൊരു വോട്ട് ഡിഫറൻസും അല്ല 2021 ഈ പറയുന്ന ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ ഈ സാമുദായികമായ കോമ്പിനേഷൻസ് ശരിയാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്.